നമസ്കാരം. പ്രധാന വാർത്തകൾ. മുതിർന്ന കോൺഗ്രസ് നേതാവ് EVKS ഇളങ്കോവൽ അന്തരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ EVKS ഇളങ്കോവൽ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. ശ്വാസതടസ്സത്തെ തുടർന്ന് തമിഴ്നാട്ടിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഈറോഡ് ഈസ്റ്റ് നിന്നുള്ള നിയമസഭാ അംഗമാണ്. കഴിഞ്ഞ മാസമാണ് ഇളങ്കോവലിനെ ചെന്നൈയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു. മുൻ കേന്ദ്രമന്ത്രി കൂടിയായ ഇളങ്കോവൽ TNCC പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. സാമൂഹിക പരിഷ്കർത്താവ് പെരിയാർ രാമസ്വാമിയുടെ സഹോദരന്റെ കൊച്ചുമകനാണ്. നടൻ അല്ലു അർജുൻ ജയിൽ മോചിതനായി. സൂപ്പർ താരത്തെ ജയിലിന് പുറത്തെത്തിച്ചതിലും നാടകീയത. അല്ലു അർജുൻ ജയിൽ മോചിതനായി. പുഷ്പ 2 സിനിമയുടെ റിലീസിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിൽ ഇന്നലെ അറസ്റ്റിലായ താരത്തിന് തെലങ്കാന ഹൈക്കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം ലഭിച്ചിട്ടും ഇന്നലെ രാത്രിയിൽ ചഞ്ചൽഗുഡ ജയിലിൽ കഴിയേണ്ടി വന്നു. ഹൈക്കോടതിയുടെ ഇടക്കാല ജാമ്യ ഉത്തരവിന്റെ ഒപ്പിട്ട പകർപ്പ് ലഭിക്കാത്തതിനാലാണ് ജാമ്യം ലഭിച്ചിട്ടും താരത്തിന് ഒരു രാത്രിയിൽ ജയിലിൽ കഴിയേണ്ടി വന്നത്. ഇന്ന് പുലർച്ചെയാണ് നടൻ ജയിൽ മോചിതനായത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയാണ് നടനെതിരെ കേസെടുത്തത്. ട്രാവലറും ബുള്ളറ്റും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. ആയമന വടക്കുംപാടത്ത് 34 വയസ്സുള്ള സെബിൻ ജോയിയാണ് മരിച്ചത്. മൂവാറ്റുപുഴ തൊടുപുഴ ആനിക്കാട് മാവിൻചുവടിൽ ഇന്ന് പുലർച്ചെ 1:30 അപകടം. തൊടുപുഴ ഭാഗത്തു നിന്നും മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന ട്രാവലറും എതിരെ വന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. മൂവാറ്റുപുഴയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ മാനേജറാണ് മരിച്ച സെബിൻ. ജോലി കഴിഞ്ഞ വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ സെബിനെ ഉടൻ തന്നെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഹൈക്കോടതിക്ക് സമീപം മൃതദേഹം. സൂചന ലഭിച്ചതായി പോലീസ്. കൊച്ചിയിൽ ഹൈക്കോടതിക്ക് സമീപം മംഗളവനത്തിൽ കണ്ടെത്തിയ മൃതദേഹം തമിഴ്നാട് സ്വദേശിയുടെ നിന്ന് സൂചന ലഭിച്ചതായി പോലീസ്. മരിച്ചയാൾ സ്ഥിരം റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നയാളാണെന്നും പോലീസ് വ്യക്തമാക്കി. ഇയാൾ പലപ്പോഴും വസ്ത്രമില്ലാതെ നടക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മദ്യപിച്ച് ഗേറ്റ് ചാടിക്കടക്കാൻ ശ്രമിച്ചപ്പോൾ കമ്പി കുത്തിക്കയറി മരിച്ചതാവാനാണ് സാധ്യതയെന്നാണ് പോലീസിന്റെ നിഗമനം. നദികളിൽ ജലനിരപ്പ് അപകടകരമായി തുടരുന്നു. ജാഗ്രതാ നിർദ്ദേശം. പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ നദിയുടെ കരയിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. അച്ചൻകോവിൽ നദിയിൽ ജലനിരപ്പ് അപകടകരമായി തുടരുന്നതിനാലാണ് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത്. സംസ്ഥാന ജലസേചന വകുപ്പിന്റെ കല്ലേലി, കോന്നി, GD സ്റ്റേഷനുകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അച്ചൻകോവിൽ നദിക്കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നാണ് അറിയിപ്പ്. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ്. അധികൃതരുടെ നിർദ്ദേശാനുസരണം അപകട മേഖലകളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവണമെന്നും കേരള ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പാലക്കാട് ബസ് മറിഞ്ഞ അപകടം. പാലക്കാട് വീണ്ടും വാഹനാപകടം. കണ്ണന്നൂരിന് സമീപം സ്വകാര്യ ബസ് മറിഞ്ഞു. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് പരിക്കേറ്റു. പാലക്കാട് തൃശൂർ ദേശീയപാതയിലാണ് സംഭവം. പാലക്കാട് നിന്നും തിരുവല്ലാമല പോകുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കുട്ടികളടക്കം 16 പേർക്ക് പരിക്കേറ്റു. ആരുടെയും നില ഗുരുതരമല്ല. പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ് ഓട്ടോയിലിടിച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു. നാട്ടുകാരുടെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. അന്യായമായി തടങ്കൽ വെച്ചു. അല്ലു അർജുൻ കോടതിയിലേക്ക്. പുഷ്പ 2 റിലീസ് ദിനത്തിൽ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീ മരിച്ച സംഭവത്തിൽ രജിസ്റ്റർ ചെയ്ത മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കേസിൽ ജയിൽ മോചിതനായതിന് പിന്നാലെ കോടതിയെ സമീപിക്കാൻ തെന്നിന്ത്യൻ താരം അല്ലു അർജുൻ. മോചനം വൈകിയത് ചോദ്യം ചെയ്ത് തെലങ്കാന ഹൈക്കോടതിയിൽ അല്ലു അർജുന്റെ അഭിഭാഷകൻ ഹർജി സമർപ്പിക്കും. സന്നിധാനത്ത് പരിഭ്രാന്തിയുടെ നിമിഷങ്ങൾ. കൊപ്രാക്കളത്തിൽ പുകയുയർന്നത് പരിഭ്രാന്തി പടർത്തി. സന്നിധാനത്തിന് സമീപം കൊപ്രകൾ സൂക്ഷിച്ച കൊപ്രക്കളം ഷെഡിൽ നിന്ന് പുകയുയർന്നത് പരിഭ്രാന്തി പടർത്തി. മിനിറ്റുകൾക്കുള്ളിൽ അഗ്നിശമന വിഭാഗം എത്തി പുകയണച്ച് അപകടം ഒഴിവാക്കി. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് കൊപ്ര ഷെഡിൽ നിന്നും പുകയുയർന്നത്. ഉടൻ തന്നെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്ന അഗ്നിശമന സേന വിഭാഗം സ്ഥലത്തെത്തി ആദ്യം വെള്ളം ചീറ്റിയും പിന്നീട് ഫോം ഉപയോഗിച്ചും പുക കെടുത്തി. അഗ്നിശമന ജില്ലാ മേധാവിയും സന്നിധാന സ്പെഷ്യൽ ഓഫീസറുമായ KR അഭിലാഷ് നേതൃത്വം നൽകി.
സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച അപകടം. BJP മണ്ഡലം സെക്രട്ടറിക്ക് ദാരുണാന്ത്യം. കാസർഗോഡ് ബന്ദിയോട് വാഹനാപകടത്തിൽ BJP കുമ്പള മണ്ഡലം സെക്രട്ടറി മരിച്ചു. ഉപ്പള പ്രതാപ് നഗർ സ്വദേശി ധൻരാജാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. ധൻരാജ് സഞ്ചരിച്ച സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. അപകട സ്ഥലത്ത് വെച്ച് തന്നെ ധൻരാജ് മരിച്ചു. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. ബൈക്കിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ കാട്ടാന പനമറിച്ചിട്ടു. ഗുരുതര പരിക്ക്. കോതമംഗലം നീണ്ടപാറ ചെമ്പൻകുഴിയിൽ കാട്ടാന പനമറിച്ചിട്ടുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ 2 കോളേജ് വിദ്യാർത്ഥികൾക്ക് പരിക്ക്. പരിക്കേറ്റ 2 പേരെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോതമംഗലത്ത് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളായ ആൻമേരി, അൽത്താഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ പരിക്കേറ്റ ആൻമേരിയുടെ നില ഗുരുതരമാണ്. ആന പിഴുത പന വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബൈക്കിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.